പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിലൊന്നായ മരിയാന ട്രെഞ്ച് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗ്രഹത്തിലെ ഏതൊരു സമുദ്രത്തിലെയും ഏറ്റവും ആഴമേറിയ സ്ഥലമാണിത്. ഈ വലിയ കടൽക്കുഴി എങ്ങനെ കണ്ടെത്തി എന്നതിൻ്റെ കഥ 1872 ആരംഭിക്കുന്നു. സമുദ്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ HMS ചലഞ്ചർ എന്ന ബ്രിട്ടീഷ് കപ്പൽ ഒരു നീണ്ട യാത്ര ആരംഭിച്ചു. അക്കാലത്ത് സമുദ്രത്തിന്റെ അടിത്തട്ട് പരന്നതും വിരസവുമാണെന്നും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനില്ലെന്നും മിക്ക ആളുകളും വിശ്വസിച്ചിരുന്നു. എന്നാൽ ചലഞ്ചർ ദൗത്യം എല്ലാം മാറ്റിമറിച്ചു. വ്യത്യസ്ത പോയിന്റുകളിൽ സമുദ്രത്തിന്റെ ആഴം എത്രയാണെന്ന് അളന്ന് കപ്പൽ ലോകമെമ്പാടും സഞ്ചരിച്ചു. ആഴം കണ്ടെത്താൻ അവർ കനത്ത ഭാരമുള്ള വളരെ നീളമുള്ള കയറുകൾ ഉപയോഗിച്ചു. മന്ദഗതിയിലുള്ളതും ക്ഷീണിപ്പിക്കുന്നതുമായ ഒരു രീതി. ഒരു ദിവസം ഗുവാൻ ദ്വീപിനടുത്ത് അവർ പതിവ് പോലെ കയർ താഴ്ത്തി. എന്നാൽ ഇത്തവണ കയർ മുമ്പത്തേക്കാളും ആഴത്തിൽ പോയിക്കൊണ്ടിരുന്നു. കപ്പലിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. ആ പ്രദേശത്ത് സമുദ്രം ഇത്ര ആഴമുള്ളതായിരിക്കുമെന്ന് ആരും സങ്കല്പിച്ചിരുന്നില്ല. ഈ നിമിഷം ഒരു വഴിത്തിരിവായിരുന്നു. അത് നിരവധി പുതിയ ചോദ്യങ്ങൾ ഉയർത്തി. അവിടെ എന്തായിരുന്നു? അത് വെറും ഒരു കുഴി മാത്രമായിരുന്നു? അതോ അതിലും വലിയ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു? ചലഞ്ചർ ശേഖരിച്ച വിവരങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ ആദ്യത്തെ അടിസ്ഥാന ഭൂപടം സൃഷ്ടിക്കാൻ സഹായിച്ചു. സമുദ്രത്തിന്റെ അടിത്തട്ട് പരന്നതല്ലെന്ന് അത് കാണിച്ചു. പല പ്രദേശങ്ങളിലും അത് ആഴത്തിലുള്ള താഴ്വരകളിലേക്ക് കുത്തനെ താഴേക്ക് പതിച്ചു. പടിഞ്ഞാറൻ പസഫിക്കിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ സ്ഥലം ഒന്നുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങളോളം ഇത്രയും ആഴത്തിലുള്ള ഒരു ആഴം എങ്ങനെ രൂപപ്പെട്ടുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുന്നതുവരെ ആ രഹസ്യം തുടർന്നു. പിന്നീട് പുതിയ കണ്ടുപിടുത്തം ആരംഭിച്ചു. സോണാർ. ശാസ്ത്രജ്ഞരെ സമുദ്രത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നോക്കാൻ സഹായിക്കുന്ന ഒരു പരീക്ഷണം. വെള്ളത്തിനടിയിൽ ആഴം മനസ്സിലാക്കാൻ സോണാർ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അത് ശബ്ദം പുറപ്പെടുവിക്കുന്നു. അതെന്തെങ്കിലും തട്ടുമ്പോൾ തിരികെ ചാടുന്നു. ശബ്ദം തിരികെ വരാൻ എത്ര സമയമെടുക്കുന്നുവെന്ന് അളക്കുന്നതിലൂടെ സ്ഥലം എത്ര ആഴമുള്ളതാണെന്ന് ശാസ്ത്രജ്ഞർക്ക് പറയാൻ കഴിയും. അവർ ആ പരീക്ഷണവുമായി 1951 മറ്റൊരു ബ്രിട്ടീഷ് കപ്പൽ ചലഞ്ചർ കണ്ടെത്തിയ അതേ ആഴത്തിലുള്ള സ്ഥലം സന്ദർശിച്ചു. ഇത്തവണ അവർക്ക് സോണാർ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അവർ കണ്ടെത്തിയത് ഒരു ദ്വാരം മാത്രമല്ല, ഒരു വലിയ അണ്ടർ വാട്ടർ കിടങ്ങായിരുന്നു. അത് കാലിഫോർണിയയേക്കാൾ നീളമുള്ളതും അവിശ്വസനീയമാം വിധം ആഴമുള്ളതുമായിരുന്നു. ആരും സങ്കല്പിച്ചതിലും വളരെ ആഴമുള്ളതായിരുന്നു അത്. ഈ കിടങ്ങിന്റെ തെക്കേ അറ്റത്ത് അവർ ഏറ്റവും താഴ്ന്ന സ്ഥലം കണ്ടെത്തി. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 7 മൈൽ താഴെ. ഈ കണ്ടെത്തലിന് വഴിയൊരുക്കിയ കപ്പലിന്റെ ബഹുമാനാർത്ഥം ഈ സ്ഥലത്തിന് ചലഞ്ചർ ഡീപ്പ് എന്ന് പേരിട്ടു. അതിന്റെ ആഴത്തെക്കുറിച്ച് ഒരു ധാരണ നൽകാൻ എവറസ്റ്റ് കൊടുമുടി കിടങ്ങിന്റെ അടിയിൽ സ്ഥാപിച്ചാലും കൊടുമുടി അപ്പോഴും 1 മൈലിലധികം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കും. ഇപ്പോഴും മരിയാന ട്രെഞ്ച് നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും കുറവ് പരിവേഷണം ചെയ്യപ്പെട്ടതും ഏറ്റവും നിഗൂഢമായ ഭാഗങ്ങളിൽ ഒന്നാണ്. എന്നാൽ ശേഷം ഒരു പരീക്ഷണം കൂടി നടന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എന്താണെന്ന് കണ്ടെത്താൻ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ആഗ്രഹിച്ചു. ഏറ്റവും ആഴമേറിയ സ്ഥലം ചലഞ്ചർ ഡീപ്പ്, അതിന്റെ ആഴത്തിൽ ഇറങ്ങാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ആഴത്തിൽ ജലസമ്മർദ്ദം വളരെ ശക്തമാണ്. ഉപരിതലത്തേക്കാൾ 1000 മടങ്ങ് കൂടുതൽ. എല്ലാ വശങ്ങളിൽ നിന്നും 50 വലിയ വിമാനങ്ങൾ നിങ്ങളുടെ മേൽ വന്ന് പതിക്കുന്നതിന് തുല്യമായിരുന്നു അത്. ഈ മർദ്ദം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കാൻ ശാസ്ത്രജ്ഞർ ഒരു പരീക്ഷണം കൂടി നടത്തി. അവർ ഒരു സ്റ്റൈറോഫോം തലയെടുത്ത് ഒരു പ്രഷർ മെഷീനിലിട്ടു. അവർ മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ തല വളരെ ചെറുതായി. ഒരു യഥാർത്ഥ മനുഷ്യത്തല തകർക്കപ്പെടുന്ന തരത്തിൽ മർദ്ദമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. സംരക്ഷണമില്ലാതെ മനുഷ്യർക്ക് ഇത്രയും ആഴത്തിലുള്ള സ്ഥലങ്ങളിൽ അതിജീവിക്കാൻ കഴിയില്ല. അതിനാൽ ശാസ്ത്രജ്ഞർ ട്രസ്റ്റേ എന്ന ശക്തമായ ഒരു അണ്ടർ വാട്ടർ വാഹനം നിർമ്മിച്ചു. 1953 അഗസ്റ്റേ പിക്കാർഡ് എന്ന സ്വീസ് ശാസ്ത്രജ്ഞനാണ് ഇത് നിർമ്മിച്ചത്. ഇന്ധനവും കനത്ത ഭാരവും നിറച്ച ഒരു വലിയ ടാങ്ക് വാഹനത്തിലുണ്ടായിരുന്നു. അടിയിൽ ആളുകൾക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്ന കട്ടിയുള്ള ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള മുറിയുണ്ടായിരുന്നു. നിരവധി വർഷത്തെ പരീക്ഷണത്തിന് ശേഷം അത് സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകാൻ തയ്യാറായി. 1960 ട്രസ്റ്റേയുടെ ഉള്ളിലേക്ക് 2 പേർ കടന്നു. ഡോൺ വാൽഷും ജാക്വസ് പിക്കാർഡും. അത് രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞന്റെ മകനായിരുന്നു ജാക്വസ് പിക്കാർഡ്. അത് പ്രവർത്തിക്കുമോ, സക്സസ് ആകുമോ എന്ന് ആർക്കും അറിയാത്തതിനാൽ അവരുടെ ദൗത്യം രഹസ്യമായി തുടർന്നു. അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്ന പൂർണ്ണ അറിവോടെ അവർ ആ പരീക്ഷണത്തിന് തയ്യാറായി. ഫ്രിഡ്ജ് പോലെയുള്ള ആ ചെറിയ വാഹനത്തിലെ സ്ഥലം വളരെ ചെറുതായിരുന്നു. കൂടാതെ വളരെ തണുപ്പുണ്ടായിരുന്നു. പതുക്കെ അവർ താഴേക്ക് പോകാൻ തുടങ്ങി. അവർ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ എല്ലാം ഇരുണ്ടു തുടങ്ങി. തിളങ്ങുന്ന കടൽ ജീവികളിൽ നിന്നാണ് വെളിച്ചം ലഭിച്ചത്. 18,000 അടി എന്ന പഴയ റെക്കോർഡ് അവർ മറികടന്നു. എല്ലാം നന്നായി പോകുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവർ ഒരു വലിയ ശബ്ദം കേട്ടു.
പുറത്തെ ഗ്ലാസ് ജനാലകളിൽ ഒന്ന് പൊട്ടി. അവരെ സംരക്ഷിക്കാൻ ഒരു ഗ്ലാസ് ജനൽ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അതും പൊട്ടിയാൽ അവർ ഉടൻ മരിക്കും. പക്ഷെ ഭാഗ്യവശാൽ അവസാനത്തെ ഗ്ലാസ് പൊട്ടിയില്ല. അങ്ങനെ അവർ തുടരാൻ തീരുമാനിച്ചു. സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്തേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. ആഴക്കടലിൽ ഏകദേശം 5 മണിക്കൂർ ചെലവഴിച്ച ശേഷം 2 പരിവേഷകരും ഒടുവിൽ കടലിന്റെ അടിത്തട്ടിലെത്തി. ലാൻഡിങ്ങിന് തൊട്ടുമുമ്പ് അവർ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് കണ്ടു. ഏകദേശം 1 അടി നീളമുള്ള ഒരു പരന്ന മത്സ്യം. ഒരു മത്സ്യം അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം സമീപത്ത് കൂടുതൽ ഉണ്ടാകുമെന്നാണ്. ലോഹത്തെ തകർക്കാൻ പര്യാപ്തമായ മർദ്ദമുള്ള ഇത്രയും വലിയ ആഴത്തിൽ ജീവൻ നിലനിൽക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ ആ മത്സ്യം കണ്ടപ്പോൾ അത്തരം അങ്ങേയറ്റത്തെ സ്ഥലങ്ങളിൽ പോലും ജീവൻ നിലനിൽക്കുന്നുണ്ടെന്ന് അവർ തെളിയിച്ചു. അവർ ഒടുവിൽ അവരുടെ ലക്ഷ്യത്തിലെത്തി. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ പോയിന്റായ മരിയാന ട്രെഞ്ചിന്റെ അടിഭാഗത്ത്. അവരുടെ ഡെപ്ത് മീറ്റർ 35,800 അടി. സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 7 മൈൽ താഴെ. സോണാർ മുമ്പ് കാണിച്ചത് അത് സ്ഥിരീകരിച്ചു. വായു നിറച്ച ഒരു ചെറിയ ക്യാപ്സൂള് പോലുള്ള വാഹനത്തിൽ 2 പേരും ഇപ്പോൾ ഭൂമിയുടെ മധ്യഭാഗത്തോട്. ഒരു മനുഷ്യനും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര അടുത്തായിരുന്നു. ആ നിമിഷം ഓർമ്മിക്കാൻ അവർ ഒരു ഫോട്ടോ എടുത്തു. അവരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങളിത് ചെയ്യാൻ തീരുമാനിച്ചു, ഞങ്ങളത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ പ്രദേശം കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ സമുദ്രത്തിന്റെ അടിത്തട്ട് നേർത്ത പൊടിപടലങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. അവരുടെ കപ്പൽ ഇറങ്ങിയപ്പോൾ അത് പൊടിയിളക്കി. ഒന്നും കാണാൻ കഴിയാത്ത വിധം. പൊടിപടലങ്ങളാൽ ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവർ ഉപരിതലത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഏകദേശം 9 മണിക്കൂർ വെള്ളത്തിനടിയിൽ കഴിഞ്ഞതിന് ശേഷം അവരുടെ കപ്പൽ ട്രസ്റ്റേ ഗുവാൻ ദ്വീപിനടുത്ത് തിരിച്ചെത്തി. 1960 ജനുവരി 23 ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ സമുദ്ര ഡൈവ് പൂർത്തിയാക്കി അവർ ചരിത്രം സൃഷ്ടിച്ചു. ഇന്നും ആരും ഈ കൃത്യമായ യാത്ര ആവർത്തിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് അപ്രാപ്യമായ ആഴത്തിൽ മനുഷ്യൻ ഒരു മരണം സാധ്യതയാകുന്ന ദൗത്യം ഏറ്റെടുത്തപ്പോൾ കണ്ടത് ജീവന്റെ ഏറ്റവും വിചിത്രമായ തെളിവായിരുന്നു. മരിയാന ട്രെഞ്ച് ഇന്നും അതിന്റെ മുഴുവൻ രഹസ്യങ്ങൾ തുറന്നു കാണിച്ചിട്ടില്ല. പക്ഷേ 1960 നടന്ന ആ ഡൈവിംഗ് ദൗത്യം മനസ്സിന്റെ ശക്തിയും ശാസ്ത്രത്തിന്റെ അതിരുകളെയും തെളിയിച്ച ചരിത്ര നിമിഷമായിരുന്നു. ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിച്ചു കൊള്ളട്ടെ, മരിയാന ട്രെഞ്ച് അതിൻ്റേതായ കാലാവസ്ഥയ്ക്ക് സമാനമായ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ചലഞ്ചർ ഡീപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ മർദ്ദവും താപനിലയും കാരണം മിനിയേച്ചർ കാലാവസ്ഥ സംവിധാനങ്ങളെ പോലെ തോന്നിക്കുന്ന അതുല്യമായ വൈദ്യുതി പ്രവാഹ പാറ്റേണുകളും സംവിധാനങ്ങളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. മരിയാന ട്രെഞ്ച് ഇത്രയും ആഴം നിറഞ്ഞതാണെങ്കിൽ പോലും ഈ സന്ദർശനത്തിന് ശേഷം പിന്നീട് ആരും ഇവിടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും മനുഷ്യ മലിനീകരണം ഏറ്റവും ആഴമേറിയ സ്ഥാനത്ത് എത്തി എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. കാരണങ്ങൾ വ്യക്തമാക്കാം. പ്ലാസ്റ്റിക് ബാഗുകൾ, മൈക്രോ പ്ലാസ്റ്റിക്സ്, PCBകൾ പോലുള്ള സിന്തറ്റിക് രാസവസ്തുക്കൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിരോധിച്ചവ പോലും ഈ കിടങ്ങിൽ നിന്നുള്ള സാമ്പിളുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഭൂമിയുടെ ഒരു ഭാഗവും മനുഷ്യന്റെ പ്രവർത്തനത്താൽ സ്പർശിക്കപ്പെടാതെ ഇല്ലെന്ന് തെളിയിക്കുന്നു.